ആത്മീയ ലോകത്തിലെ ഭാഷകളുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ആത്മാവിൻ്റെ ലോകത്തിൽ ഭാഷകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിഷനെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അത് ആത്മീയ ലോകത്തിലേക്ക് നമ്മളെ തുറക്കുന്നതാണ് എന്നും 1 മണിക്കൂറെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മൾ ഒരു ട്രാൻസിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ആ എപ്പിസോഡ് ശ്രദ്ധിക്കുക. നമ്മൾ ഏകദേശം 8 പോയിൻറ്റുകളാണ്, 8 ഫാക്ട്സാണ് ആത്മീയ ലോകത്തിലുള്ളത് പറഞ്ഞത്. ഇന്ന് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ലാംഗ്വേജസ് ഇൻ ദ സ്പിരിച്വൽ റലം. സ്പിരിച്വൽ റലത്തിലുള്ള ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം ഈ ലോകത്തിലുള്ള ലാംഗ്വേജ് അല്ല പറയുന്നത്, ആത്മീയ ലാംഗ്വേജിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുമായിട്ട് ഇത് കണക്റ്റഡാണ്, ഇൻ്റർ കണക്റ്റഡാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, സ്വർഗത്തിൽ നടക്കുന്ന ആദ്യം നടന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഭൂമിയിൽ അത് വരുന്ന. ലോകവും ഈ ഭൂമിയും സ്വർഗവും എപ്പോഴും ഇൻ്റർ കണക്റ്റഡാണ് എന്ന് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ദാറ്റ് മീൻസ് ഓൺ ലാംഗ്വേജ് ആൻഡ് ഓൺ സ്പീച്ച്. ഒരേ വാക്കെന്നാണ്, ഓൺ ലാംഗ്വേജ് ആൻഡ് ഓൺ സ്പീച്ച്. ഒരേ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഭാഷയായിരുന്നു. എന്നാൽ 11-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ അവർ ഭാഷ കലക്കുന്നതായിട്ട് നമ്മളെ കാണുന്നു. നാം ഇറങ്ങിച്ചെന്ന് ഇവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവിടെ ഭാഷ കലക്കിക്കളയുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഭാഷ കലക്കിക്കളയാനായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, അവിടെ അവർ ഒരു സൈറ്റാനിക്കായിട്ട് അല്ലെങ്കിൽ ഷീനാർ ദേശത്ത് കൂടിയിട്ട് അവർ ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാനായിട്ട് പോയി. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അവർ സ്പിരിറ്റിനെ വിളിച്ചെന്നും ബാബേലിലേക്ക് അവരുടെ കണക്ടിവിറ്റി ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് ഇൻ്റർപ്രിട്ടേഷനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം അവരുടെ ഭാഷ കലക്കിക്കളയാനായിട്ട് തീരുമാനിച്ചു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ ദൈവത്തെക്കാളും വലുതായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. യഹോവ ജനം ഒന്ന്, അവർക്ക് ഭാഷ ഒന്ന്, ഇത് അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകുകയില്ല. സി, നൗ നത്തിങ് വിൽ ബി റിസ്ട്രെയിൻഡ് ഫ്രം ദം വിച്ച് ദേ ആർ ഇമാജിൻ ടു ഡു. അവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നും അസാധ്യമാകുകയില്ല. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ പോലെ ആകാനായിട്ട്, നേരത്തെ പറഞ്ഞു നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകം ആദാം ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് അധികം നിൽക്കുന്നില്ല. അതിനുശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് അവിടെ വന്നിട്ടാണ് ഇവിടെ ഭാഷ കലക്കിക്കളയുന്നു എന്ന് നമ്മൾ കാണും. ഭാഷ കലക്കിക്കളയുന്നു. അപ്പോഴേ ഭാഷ കലക്കിക്കളഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഒരു ഭാഷ, സ്വർഗീയമായിട്ടൊരു ഭാഷ, എല്ലാവർക്കും മനസ്സിലായ ഒരു ഭാഷ വന്നു അല്ലേ. അവിടെ ആദ്യം റിസ്റ്റോറിങ് ഓൺ ലാംഗ്വേജ്, ഒരേ ലാംഗ്വേജ് ഉണ്ടായിരുന്നത് അത് കലക്കിക്കളഞ്ഞത് ഇപ്പോഴേ റിസ്റ്റോറിങ് ടു ഓൺ ലാംഗ്വേജ്, ദാറ്റ് ഈസ് ദ ഹെവൻലി ലാംഗ്വേജ് ഇൻ ദ സ്പിരിറ്റ് റെലം. ആത്മമണ്ഡലത്തിലെ പുതിയൊരു ഭാഷയിലേക്ക്. സോ ദ ലാംഗ്വേജ് എക്സിക്യൂട്ടഡ് എയർലി അണ്ടർസ്റ്റുഡ് ബൈ ദ സ്പിരിറ്റ്, നോട്ട് ബൈ ദ ഫിസിക്കൽ റെലം. അപ്പോൾ ഈ ആദാമും ഔവ്വായും ഒക്കെ സംസാരിച്ച ഭാഷയും അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയുമൊക്കെ ഒരു ആത്മീയ റലത്തിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. എന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരുന്നത് ഫിസിക്കൽ റലമിൽ നമ്മുടെ ചെവി കൊണ്ടല്ലായിരുന്നു, ആത്മീയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആത്മാവിൻ്റെ ഭാഷ ഒന്നാണ്. അത് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു, അത് ആത്മീയ തലത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു, ആത്മീയ ഭാഷ. സോ ഇഫ് യു സ്പീക്ക് ഇൻ ടങ്സ്, ഇറ്റ് വിൽ ക്രിയേറ്റ് വൈബ്രേഷൻ ഇൻ സ്പിരിച്വൽ റലം. നമ്മൾ ഭാഷകളിൽ സംസാരിക്കുന്നു, പുതുഭാഷകൾ സംസാരിക്കും. യേശുക്രിസ്തു പറഞ്ഞാണ്, നിങ്ങൾ പുതുഭാഷകൾ സംസാരിക്കും. എവിടെ പറഞ്ഞേ? നമ്മൾ നേരത്തെ പഠിച്ചാണ്, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിങ്ങൾ പുതുഭാഷകൾ സംസാരിക്കും. ഇഫ് യു സ്പീക്ക് ഇൻ ടങ്സ്, ഇറ്റ് വിൽ ക്രിയേറ്റ് വൈബ്രേഷൻ ഇൻ ദ സ്പിരിച്വൽ റലം. അന്നേരം ഈ വൈബ്രേഷൻ സ്പിരിച്വൽ റലത്തിൽ ഉണ്ടാക്കുന്ന ഭാഷ, ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഭാഷ. ഈ ഭാഷ അത് ചെവി കൊണ്ട് കേൾക്കുന്ന ഭാഷയല്ലായിരുന്നു, സ്പിരിച്വലായിട്ടുള്ള ഭാഷയായിരുന്നു. സോ ഇപ്പോഴേ നമുക്ക്
ഒരു ആത്മാവിൻ്റെ ഒരു ഞരക്കം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ആത്മാവിൻ്റെ ഒരു ഞരക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. റോമർ 8:26 വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നാം അറിയുന്നില്ല, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിൻ്റെ ഒരു ഭാഷയുണ്ട്, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ. സോ ആത്മാവിൻ്റെ ഒരു ഞരക്കമുണ്ട്, നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക കാത്തുകൊണ്ട്. ബാക്കിയുള്ള ക്രിയേഷൻസ് എല്ലാം ഈറ്റുന്നോടിരിക്കുകയാണ്. എന്താണ്? സൺസ് ഓഫ് ഗോഡ്, നമ്മുടെ ദൈവമക്കൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ക്രിയേഷനും. അന്നേരം നമ്മളിവിടെ കാണുന്നത് ഒരു ഗ്രോണിങ് ഉണ്ട്, സ്പിരിറ്റിനൊരു ഗ്രോണിങ് ഉണ്ട്. അതിൽ ഈ ആത്മാവിൻ്റെ ഞരക്കം പോലെ എവറി ക്രീച്ചർ ഹാസ് എ സൗണ്ട്. എല്ലാ ക്രീച്ചർക്കും, എല്ലാ ജീവികൾക്കും ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് അവരുടെ ഭാഷ. ദൈവമക്കൾക്ക് ഈ ശബ്ദം അല്ലെങ്കിൽ ഈ ഭാഷ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സൃഷ്ടിയെ ഭരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ സൃഷ്ടിയെ ഭരിക്കാനായിട്ട് ഡൊമിനിയൻ ഓവർ ഓൾ ക്രിയേഷൻ, എല്ലാ സൃഷ്ടികളുടെ മേലും ആധിപത്യം നൽകി ദൈവം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഷ തിരിച്ചറിയണം. നിങ്ങളുടെ ശബ്ദം, ആ ഭാഷ, ഈ മേഖലയിൽ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. വർഷങ്ങളോളം നിങ്ങൾ ആ സാഹചര്യത്തിലിരിക്കും. അതുകൊണ്ട് യു ഹാവ് ടു ഗോ ടു ദാറ്റ് സ്പിരിച്വൽ റെലം. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ സ്പിരിച്വൽ റെലത്തിലേക്ക് കടന്നു പോകണം. ഈ സ്പിരിച്വൽ റെലത്തിലേക്ക് കടന്നു പോയില്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയില്ല. എല്ലാ ശബ്ദവും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കാറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ ശബ്ദം. വെള്ളത്തിൻ്റെ ശബ്ദം ഒരു കാര്യം പറയുന്നുണ്ട്. മരങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, അത് മരങ്ങളിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. പക്ഷികൾ പറയുന്നൊരു ശബ്ദമുണ്ട്, മൃഗങ്ങൾ പറയുന്നൊരു ശബ്ദമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ശബ്ദങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റണം. വി ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു അഡ്രസ് ദ ക്രീച്ചേഴ്സ് ബൈ ദെയർ ലാംഗ്വേജസ് ഇൻ ഡൊമിനിയൻ. ഈ അധികാരത്തിൽ നമുക്ക് ഈ ലാംഗ്വേജുകൾ തിരിച്ചറിയണം. ദാറ്റ് ഈസ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സ്പിരിച്വൽ ലാംഗ്വേജിൽ മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യുന്നത്? ആത്മാവിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രകൃതിയിലുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ദ ഡിസേൺമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ ലാംഗ്വേജ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് മാൻ. നമ്മുടെ ആത്മാവ് അതിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഏകീഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഞരക്കങ്ങൾ അല്ലെങ്കിൽ ഈ ക്രീച്ചേഴ്സിൻ്റെ ഓരോന്നിൻ്റെ സൗണ്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദാമിന് ദൈവത്തിൻ്റെ തോട്ടത്തിലിരുന്നപ്പോൾ എല്ലാ സൃഷ്ടികളുമേലും അധികാരമുണ്ടായിരുന്നു. ശരിയല്ലേ? എല്ലാ സൃഷ്ടികളുമേലും അധികാരമുണ്ടായി. ആദാമായിരുന്നു അനിമൽസിനെല്ലാം പേരിട്ടത് അല്ലേ? ആദാമിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാം വരുമായിരുന്നു. പക്ഷികളുടെ സൗണ്ട് തിരിച്ചറിയാം, അതുപോലെ മൃഗങ്ങളുടെ സൗണ്ട് ആദാമിനെ തിരിച്ചറിയാം. എന്നാൽ ആദാം പുറത്തായി, എല്ലാ സൃഷ്ടികളും കറപ്റ്റഡായി. അതോടുകൂടി അതൊക്കെ സാധാരണ മനുഷ്യനത് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായി. യേശു പുറപ്പെടുവിച്ച ശബ്ദം കടലിനറിയാമായിരുന്നു. കടലിനെ ശാസിച്ചപ്പോൾ കടൽ ശാന്തമായി. അതായത് ഈ എൻഡ് ടൈംസിലെ ഈ റിസ്റ്റോറേഷൻ സകല സൃഷ്ടിയിൽ നടക്കുന്നുവെന്ന് നമ്മൾ മറന്നുപോയിരുന്നു. ഈ എൻഡ് ടൈംസിൽ, ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്, ഈ എൻഡ് ടൈമിൽ ഈ റിസ്റ്റോറേഷൻ നടക്കുകയാണ്. നമുക്ക് ആത്മാവിൻ്റെ ഭാഷ തിരിച്ചറിയാം. സോ വി ഷുഡ് അൺലോക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിലുള്ള പ്രാർത്ഥന, എല്ലാ കോട്ടകളെയും ഇടിക്കുന്ന പ്രാർത്ഥന. അവിടെ രോഗങ്ങൾ ഓടി ഒളിക്കും, അന്ധകാരത്തിൻ്റെ മേഘങ്ങളെല്ലാം മാറിപ്പോവും. നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ ഞരക്കങ്ങളെ, കരച്ചിലുകൾ, ഇതെല്ലാം തന്നെ ആത്മീയ മണ്ഡലങ്ങളിൽ വ്യത്യാസം വരും. When we ascend to the dimension of tongues, you begin to connect the things or creatures in that dimension. നമ്മൾ ആത്മീയമായിട്ട് ആ റലത്തിലേക്ക് പ്രവേശിച്ച് ആ ആത്മീയ റലത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ ക്രീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ എന്താണ് ക്രീച്ചേഴ്സ്? ഞാൻ നേരത്തെ സംസാരിച്ചാണ്, ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്.
നമ്മളെ സഹായിക്കുന്ന ക്രീച്ചേഴ്സുണ്ട്. ഈവൻ പല ആളുകളും അത് റിയലൈസ് ചെയ്തിട്ട് പോലില്ല. പല ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടുള്ള ക്രീച്ചേഴ്സ്, മേലുള്ള ക്രീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. കാരണം യു ഹാവ് നോട്ട് റിക്വസ്റ്റഡ്, നോ യു ഹാവ് നോട്ട് റിയലൈസ്ഡ് ഇറ്റ്. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. സോ അതെങ്കിലേ നമ്മൾ ആ ലാംഗ്വേജ് മനസ്സിലാക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമ്മൾ വാ തുറക്കുമ്പോഴേ അന്തരീക്ഷം മാറും. ദർ ബി ചേഞ്ച്, ദർ ആർ വൈബ്രേഷൻ. പെട്ടെന്ന് ആത്മാവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് പറ്റും. when we start, you see there are so many evil creatures in the realm, spiritual realm, to send frequencies. നിങ്ങൾക്ക് ലെസ്റ്റ് തരുന്നതായിട്ടുള്ള, നിങ്ങളെ ഫോർണിക്കേഷനിലേക്ക് നടത്തുന്നതായിട്ടുള്ള, നിങ്ങളുടെ അഡൾട്ടറിയിലേക്ക് നടത്തുന്നതായിട്ടുള്ള ഒരുപാട് ഈവിൾ ക്രീച്ചേഴ്സ് ഈ റലത്തിലുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഫ്രീക്വൻസി വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. വേറൊരു ലെവലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളത് കണക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴിരിക്കുന്നത് മതി എന്ന് പറഞ്ഞിരിക്കാനായിട്ടല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഒരു 1 degree ഓഫ് ഗ്ലോറി ടു അതർ, മൂടുപടം മാറി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനോട് അനുരൂപരായിത്തീരുന്ന അനുഭവത്തിലേക്ക്, എ സെപ്പറേറ്റഡ് ആൻഡ് കോൺസെക്രേറ്റഡ് ലിവിങ്, അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ദൈവം അതിലേക്കൂടെ വർക്ക് ചെയ്ത് ആത്മീയ തലത്തിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പോഴേ നിങ്ങളുടെ പറയുന്ന ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ വാക്കുകൾ ഹെവൻലി ഹോസ്റ്റ്, ഹെവൻലി ബീയിങ്സ് തിരിച്ചറിയും. നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ദ ഫ്രീക്വൻസീസ് ദ ആർ സെൻഡിങ് ടു യുവർ ഹാർട്ട്സ്, നിങ്ങളുടെ മനസ്സിലേക്ക് അയക്കുന്ന ഫ്രീക്വൻസീസ് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. യു ക്യാൻ റീഡ് ഇറ്റ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എല്ലാം ഓടി ഒളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. രോഗങ്ങൾ, ഇവിടെ ഫ്യൂച്ചർ പോലും വരയ്ക്കത്തക്ക രീതിയിൽ നിങ്ങൾ കേപ്പബിളായി തീരുന്ന ആ രീതിയിലാണ്. ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുക, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, പ്രാർത്ഥനയിലിരിക്കുക, ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക. ദർ ഷുഡ് നോട്ട് ബി 0% കോംപ്രമൈസ്. 0% കോംപ്രമൈസ്. നമ്മളിതോ പലതും പഠിച്ചു വെച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ വിശദീകരിക്കും. ശരിയാണ്, എൻ്റെ പരിപാടി കഴിഞ്ഞു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, എൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയല്ല. യെസ്, I am a role and responsibility. Keep ourselves holy in the presence of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ഹോളിയാണ്. ശരിയാണ്, വി ഹാവ് ടു കീപ്പ് us holy. നമ്മൾ തന്നെ ഇൻറ്റൻഷനായിട്ട് നമ്മളെ ഹോളിയായി സെപ്പറേറ്റഡ് ആയിട്ട് ദൈവത്തിൻ്റെ വകയാക്കി നമ്മൾ നിർത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അനോയിൻറ്റിങ് നമുക്കേക്ക് വരുന്നത് അത് ഒരു തലത്തിലേക്ക് നമ്മൾക്ക് അധികാരങ്ങൾ തരികയാണ്, ഓരോ കീസ് നമ്മൾക്ക് തരികയാണ്. വി ആർ ഗ്രോയിങ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അത് വലിയ മഹത്വമാണത്. അത് ഇതുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ആത്മാവിൻ്റെ ഞരക്കങ്ങളും കരച്ചിലുകളും ആത്മീയ മണ്ഡലങ്ങളിലെ വ്യത്യാസം വരുത്തുന്ന ഒന്നാണെന്ന് നമ്മൾ മറന്നു പോകരുത്. സോ വി ഡെഡിക്കേറ്റ് അവർ ലൈഫ്സ് ടു ഗോഡ്. ഈ നാളുകൾ ദൈവത്തിങ്കിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ ലാംഗ്വേജ് തിരിച്ചറിയാനായിട്ട് ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. എല്ലാ ക്രീച്ചേഴ്സിൻ്റെയും സ്പിരിച്വൽ തലത്തിലുള്ള സൗണ്ട് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഇത് നിങ്ങളെ സംബന്ധിച്ചത് പുതിയ അറിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. കർത്താവെ, എനിക്ക് ശരിക്കും ഇതൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീർച്ചയായും വലിയ വിടുതലുകൾ, വലിയൊരു റലത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇടവരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കർത്താവെ വാക്കുകളാൽ അന്തരീക്ഷം വരെ മാറുന്ന അനുഭവങ്ങൾ, ആത്മാവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ പറ്റുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഡൊമിനിയൻ തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ആധിപത്യം തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ, എല്ലാ ക്രിയേഷൻസിൻ്റെയും ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ, ആത്മീയ ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും ഭാഷ കലക്കിക്കളഞ്ഞ ദൈവം ആ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോഴേ ഭാഷകളെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നോർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവിക ഭാഷകൾ മനസ്സിലാക്കുവാൻ കർത്താവ്
കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലാലെ കർത്താവെ ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ, ഞങ്ങളുടെ ഫ്യൂച്ചറിനെ റീറൈറ്റ് ചെയ്യുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ഞങ്ങളുടെ മേളിൽ എഴുതിയ എല്ലാ ഓവർ റൈറ്റിങ്ങുകളെയും മാറ്റിക്കളയുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചില ആളുകളുടെ രോഗങ്ങളിലെ കർത്താവെ പ്രയാസപ്പെടുന്ന ചിലരുണ്ട്. കർത്താവെ ഹൃദയ സംബന്ധമായി പ്രയാസപ്പെടുന്നവരെ, കിഡ്നിയുടെ ഡയാലിസിസുമായിട്ട് പ്രയാസപ്പെടുന്നവരെ കർത്താവെ, അതുപോലെ കർത്താവെ പാൻക്രിയാസിലെ പ്രശ്നമുള്ളവരെ കർത്താവെ, അതുപോലെ ചില കല്ല് വന്നിട്ട് വേദന വന്നിരിക്കുന്നവരെ, ഇവരെല്ലാം ഇതെന്ന് കാണുന്നു. കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഈ രോഗങ്ങളെല്ലാം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ വലിയൊരു റിലീസ് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപകളെ ഇന്ന് കാണുവാൻ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ വിടുവിച്ചോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കാണുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.